ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. എന്ത് പറ്റി രമണ? ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്ങരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. സർ ആക്ച്വലി എന്താ സർ സംഭവിച്ചത്? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. ശരി. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് ഒരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. ഞങ്ങൾ ഇവിടെ എന്തൊക്കെയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പടിക്കൽ ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ പോകും. അവർ ഒന്ന് കഴിച്ചതിന്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എന്താ ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, നീ ഒന്നും പണയണ്ട, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? അവർ കഴിച്ചതിന്റെ പ്ലേറ്റിന്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചമ്പാണോ അരച്ചമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞൊന്നുമല്ല. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയണ്ടത്. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. മനസ്സാ വാചാ കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്തതായിരിക്കും, ഞാൻ ഇല്ലാതായി പോയി. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം.